എല്ലാവരും നല്ലവരാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ സൗണ്ട് എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി, മസ്താനി, പിന്നെ പ്രവീൺ, പിന്നോനിയിലേട്ടൻ, അഭിലാഷ് നല്ലൊരു ബ്രദർ ആട്ടോ. ആദില നൂറ എല്ലാവരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അനുമോളുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, അവള് ഒരു മീഡിയയുടെ അടുത്ത് സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഒരിക്കൽ പോലും ആദില നൂറ എന്നുള്ള പേര് പുള്ളിക്കാരത്തെ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള അനുമോളെ സപ്പോർട്ട് ചെയ്ത ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്വിയസ്ലി പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നിരുന്നതെന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു നോർമൽ ഒരു ബോധം ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ എന്താണ് അതിനുള്ളിൽ റിയലായിട്ട് സംഭവിച്ചതെന്നുള്ളത്. ആക്ച്വലി അത് തന്നെയാണ് നടന്നത്. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നല്ല കട്ടപ്പാരയായിരുന്നു, തനിക്ക് തൻ്റെ കൂടെ നിന്നവരെല്ലാവരും നല്ല അന്തസ്സായിട്ട് ചതിച്ചു. ഇനി അവരുടെ അടുത്തൊരു ഗെയിമാണ് അല്ലെങ്കിൽ ഗെയിം അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊന്നും ഒരിക്കലും മിണ്ടേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അമ്മാതിരി തേപ്പാണ് അവിടെ നിന്ന് തേച്ചത്. അവസാന നിമിഷം വരെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി തേപ്പ് തേച്ചു. അപ്പം ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാം. അതിന് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല അവിടെ എന്തൊക്കെയായിരുന്നു നടന്നതെന്നുള്ളതിൻ്റെ. അല്ല, അനീഷേട്ടനാണ് കൂടുതൽ ഡിസേർവിംഗ് എന്ന് തോന്നുന്നു. വീട്ടിൽ പോകുന്നുണ്ട് അനുമോളുടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു എളുപ്പമില്ലാണ്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ പക്ഷേ കട്ടപ്പകളാണ്, പക്ഷെ ഞങ്ങൾ പോയിരിക്കും. എന്താ പറയുക, ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശൈത്യ കുറച്ചും കൂടെ ഭേദമായിരുന്നു. ശൈത്യ മാറിയതങ്ങ് മാറി. പിന്നെ അവിടെ നിന്നുള്ള കട്ടപ്പത്തരം കാണിച്ച് അനുമോൾക്കെതിരെ കളിച്ചു എന്നല്ലാണ്ട് ഇതൊരുമാതിരി പുലുവാൽ കല്യാണത്തിനകത്ത് ലാലിൻ്റെയും ജയസൂര്യയുടെ അനിയത്തിക്ക് കാർത്തികയ്ക്ക് കൊണ്ട് ജഗതി മോതിരം എടുത്തില്ലേ. ജയസൂര്യ കല്യാണം കഴിക്കാൻ പോകുന്നത് കാവ്യമാധവനാണെന്ന് അറിയുമ്പോൾ മോതിരം കൊണ്ടിടും, കാവ്യമാധവൻ അല്ലെന്ന് അറിയുമ്പോൾ മോതിരം ഊരിക്കൊണ്ടുപോകും, കാവ്യമാധവനാണെന്ന് അറിയുമ്പോൾ പിന്നെയും മോതിരം ഇടും, പിന്നെ അല്ലെന്ന് അറിയുമ്പോൾ ഊരിക്കൊണ്ടുപോകും. ഞാനൊരു ട്രോൾ വീഡിയോ കണ്ടായിരുന്നു, കറക്റ്റ് എക്സാക്റ്റ് അതേപോലെയായിരുന്നു. രണ്ടെണ്ണം കാല് വരും പിന്നെ കൂടെ നിൽക്കും, പിന്നെയും കാല് വരും പിന്നെ കൂടെ നിൽക്കും. ലാസ്റ്റ് അവസാനം ആയപ്പോഴത്തേക്കും ഫിനാലെ ആ ടൈമിൽ എല്ലാവരും കൂടെ വന്ന് അനുമോളെ ഇത്രയും ടോർച്ചർ ചെയ്തപ്പോൾ ഉറപ്പിച്ച് അനുമോള് പുറത്തിറങ്ങാൻ കൊള്ളാത്തവളാണ്, അത്രയ്ക്ക് മോശമാണ് അനുമോള്. നൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു കയ്യകലം വിട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ, ഞാൻ അടുക്കത്തില്ല ഞാൻ അവളുടെ അടുത്ത്. അതിൽ പിന്നെ തലങ്ങും വിലങ്ങും അടിയായിരുന്നു, ഈ അടിച്ചങ്ങ് ഇടാന്ന് ഓർത്ത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് അതിലേക്ക് മനസ്സിലായത് അനുമോളല്ല ബഹിരാകാശത്ത്, ഞാൻ തന്നെയാണ് ബഹിരാകാശത്ത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. ഞങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു അമളികളുടെയൊക്കെ കാര്യം പറയുന്നത് തീർച്ചയായും നമ്മുടെ ആദിലക്കുട്ടിയാണ്. ഞാനുണ്ട്, എന്നെ അനുക്കുട്ടി വന്ന് ബഹിരാകാശത്ത് നിന്ന് ഇറക്കും. ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ ഇതിനെ ബിഗ് ബോസ് കഴിഞ്ഞ അല്ല നമുക്ക് കപ്പിട്ടാ പിന്നെ എന്നൊക്കെ എന്തിനു വേണം എന്ന് പറയാൻ അനുക്കുട്ടി സത്യം പറഞ്ഞു. മേ ബി ഗെയിം ആയിട്ടായിരിക്കും. എക്സാക്ട്ലി ഗെയിമൊക്കെ കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിട്ട് തിരിച്ചു വരുമായിരിക്കും. പക്ഷെ എന്നോട് പറഞ്ഞത് പുറത്തിറങ്ങിയാൽ അതിലായിട്ട് കൂട്ടുവെക്കൂലാണ് സത്യമായിട്ടും. അതിലെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സരിക ചേച്ചിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാണ് പറ്റിയ അമ്മളികളെക്കുറിച്ച്. ആദ്യമേ ആ വീഡിയോയിൽ കണ്ടിരുന്നില്ലേ. ഇനി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാം പറ്റിപ്പോയില്ലേ? ആരാ ഈ ഇതിലോട്ടൊക്കെ ഇട്ടത് അമ്മളികളിനകത്തോട്ട്? ശൈത്യയും ഈ പറയുന്ന സരിക ചേച്ചി നേരിട്ട് രണ്ടാൾക്കാരുടെ അടുത്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് നല്ല പറ്റിയെന്ന് ഓൾറെഡി മനസ്സിലായി കേട്ടോ. അതിനുശേഷം അനുമോള് വീട്ടിലോട്ട് വിളിക്കുമെന്നും അതേപോലെ ബഹിരാകാശത്തുനിന്ന് ഇറക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അതിലെ നൂറ ഇരിക്കുന്നത്. താൻ കാരണമാണ് നൂറ ഔട്ടായതെന്നുള്ളതും അതിലേക്ക് നല്ലപോലെ മനസ്സിലായി. അപ്പം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അനുമോള് മുൻപോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളതിൽ നല്ല കൺഫ്യൂഷനുണ്ട്. ബിക്കോസ് അനുമോള് അവരെ രണ്ടുപേരും പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഫ്രണ്ട്സായിട്ട് എടുത്ത് ചോദിച്ചപ്പം എന്തിനാണത് നിങ്ങൾ അറിയുന്നത് എന്നുള്ള രീതിയിൽ മീഡിയക്കാരോട് ചോദിച്ചു. ഇപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ കാണും പോവും മിണ്ടും എന്നല്ലേ പറയേണ്ടത്. അതൊന്നും പറയാതെ നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ആകാനുള്ള സാധ്യത കുറവാണ്.